തിരിച്ച് റോഷിപാലിലേക്ക് വന്നാൽ, റോഷിപാൽ, ഇതിൽ നമ്പി നാരായണനെ കേസിൽ ഫ്രെയിം ചെയ്യണം എന്ന നിർദ്ദേശം വന്നത് RB ശ്രീകുമാറിൽ നിന്നാണ് എന്ന മൊഴികൾ ഇതിനകം വന്നിട്ടുള്ളതായാണ് ഈ കുറ്റപത്രത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കുറ്റപത്രത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ നമ്മൾക്ക് ലഭിച്ച വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിൽ എവിടെയാണ്, ഏതു ഘട്ടത്തിലാണ് നമ്പി നാരായണനിലേക്ക് കൃത്യമായി ഈ കേസ് കൊണ്ടുപോകണം എന്ന ഒരു നിർദ്ദേശം ഇവർക്ക് കിട്ടുന്നത്? അത് എവിടെ നിന്നാണ്? സുജയ, ഈ മറിയം റഷീദയെയും ഫൗസിയ ഹസനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അവർക്കെതിരെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ ഇത്തരമൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതിന് പിന്നാലെ നടത്തിയ ചില പരിശോധനകൾ, കോൾ വിശദാംശങ്ങൾ സംബന്ധിച്ച് നടന്ന ചില പരിശോധനകൾ അത് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൽ നമ്പി നാരായണൻ, ശശികുമാർ ഉൾപ്പെടെയുള്ള 3 ISROയിലെ ഉദ്യോഗസ്ഥന്മാർ, ശാസ്ത്രജ്ഞരെ കൂടി ഉൾപ്പെടുത്തുന്നത്. ഇതിൽ പക്ഷേ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു? ഇവരെ ചാരക്കേസിൽ പ്രതിയാക്കി ചേർക്കുന്ന രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തി ഇവരെ കൊടുക്കാനുള്ള മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടായിരുന്നോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. അത്തരത്തിലൊരു അന്വേഷണം CBIയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു അന്വേഷണത്തിൽ പ്രധാന ഭാഗം അതായിരുന്നു എന്ന് FIRലെ ഈ കാര്യം, ഈ ക്രയോജനിക സാങ്കേതിക വിദ്യ തകർക്കാനുള്ള നീക്കം പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന ആ ഒരു പരാമർശം മാത്രം മതി അത്തരമൊരു പരിശോധന CBI നടത്തിയെന്നതിൻ്റെ തെളിവായി. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ കൂടി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും പക്ഷേ ഈ ശാസ്ത്രജ്ഞരെ ഏറ്റവും പ്രധാനപ്പെട്ട, അന്ന് ISROയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരായിരുന്നു ഇവരൊക്കെ. അതിൽ നമ്പി നാരായണൻ ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പദ്ധതികളുടെ ചുമതലയും പങ്കാളിത്തവുമുള്ള ശാസ്ത്രജ്ഞരായിരുന്നു. അപ്പോൾ അവരെ കൊടുക്കാൻ മറ്റ് രാജ്യാന്തര ശക്തികളുടെ സമ്മർദ്ദമോ സ്വാധീനമോ ഉണ്ടായിരുന്നോ എന്ന ഒരു സംശയം അത് CBI തന്നെ ആദ്യം FIRൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി അന്വേഷണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, കുറ്റപത്രത്തിലെ കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ മാത്രമേ അതിൽ ഒരു വ്യക്തതയുണ്ടായിരുന്നു. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചയായി ഈ കേസ് ഒരു വലിയ ചർച്ചയിലേക്ക് കടന്നപ്പോഴാണ് അത് രാഷ്ട്രീയമായുള്ള മുതലെടുപ്പിന് കോൺഗ്രസിനകത്ത് ശ്രമമുണ്ടായത്. കരുണാകരനെ താഴെ ഇറക്കാനുള്ള ഒരു ആയുധമാക്കി കോൺഗ്രസിൽ ഒരു വിഭാഗം അതിനെ മാറ്റുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇതിനെ കരുണാകരനുമായി കണക്ട് ചെയ്യാൻ വേണ്ടി ആകാം ഒരുപക്ഷെ രമൺ ശ്രീവാസ്തവ എന്ന അന്നത്തെ പോലീസ് മേധാവിയെ കൂടി ഇതിൽ പങ്കാളിയാക്കാനുള്ള ശ്രമം നടത്തിയത്. ഇതിൽ വലിയ ഗൂഢാലോചന ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ, കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥന്മാർ നടത്തിയെന്നത് ഏറ്റവും വലിയ കുറ്റം തന്നെ. ഒന്ന്, കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഏറ്റവും സുതാര്യമായ ഒരു രഹസ്യാന്വേഷണ വിഭാഗമെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്രചരിക്കുന്ന ഒരു സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയുണ്ടായിരുന്ന ഈ RB ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഇതിൻ്റെ ഭാഗമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതും CBIയുടെ കണ്ടെത്തലിൻ്റെ ഭാഗമായുണ്ട്. ഒപ്പം SVJN, ഇതിൽ നേരത്തെ പറഞ്ഞു നിർത്തിയിരുന്ന SVJN എന്ന ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തലയിൽ വിരിഞ്ഞ ഒരു ബുദ്ധി മാത്രമായിരിക്കില്ല ഇതെന്നത് യാഥാർത്ഥ്യമാണ്. അത് കൂടുതൽ വ്യക്തമാകണമെങ്കിൽ ഈ CJM കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരണം. കാരണം ഈ മറിയം റഷീദ് എന്ന